ഹലോ, ഇന്ന് നമുക്കിനി പറയാനുള്ളത് ചാപ്റ്റർ 4 M4-ലെ ചാപ്റ്റർ 4 ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് is the practice of promoting products, service or brands using digital channels such as the internet, social media, search engine, emails and mobile apps. അതായത് മൊബൈൽ ആപ്സുകളോ ഇമെയിലുകളോ സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ വഴി ഏതെങ്കിലും ഒരു ചാനൽ വഴി പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധനത്തെ വിൽക്കുക, ഒരു സർവീസിനെ വിൽക്കുക. അത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ചാനലുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത്, അതായത് ഡിജിറ്റൽ ചാനലുകൾ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് യൂസസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി ടു റീച്ച് ആൻഡ് എൻഗേജ് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇത് ശരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജികളിലോ യൂസ് ചെയ്യാണ്, അതായത് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ഓൾ മാർക്കറ്റിംഗ് എഫേർട്ട് ദാറ്റ് യൂസ് ഇലക്ട്രോണിക് ഡിവൈസ് ഓർ ദ ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ. ഇറ്റ് അലൗസ് ബിസിനസ് ടു കണക്ട് വിത്ത് കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ ത്രൂ എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തന്നെയാണ്, അതായത് മേലെ പറഞ്ഞ പോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ കസ്റ്റമറിനെ ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ എന്തായിരിക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അട്രാക്ട്, എൻഗേജ് ആൻഡ് കൺവേർട്ട് ഓൺലൈൻ ഓഡിയൻസ് ഇൻ ടു കസ്റ്റമേഴ്സ്. അതായത് നമ്മളെ ഓൺലൈൻ ഓഡിയൻസിനെ കസ്റ്റമേഴ്സ് ആക്കിയിട്ട് മാറ്റുക, അവരെ അട്രാക്ട് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് ഓഡിയൻസിനെ കസ്റ്റമേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് എന്തെങ്കിലും പോസ്റ്ററുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വീഡിയോസുകളൊക്കെ വഴി അവരെ അട്രാക്ട് ചെയ്തിട്ട് അത് കസ്റ്റമർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടു ബിൽഡ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ത്രൂ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വഴി എന്തെങ്കിലും ബ്രാൻഡ് അവയർനെസ്സോ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പോ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോമൺ ഡിജിറ്റൽ അതായത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസുകൾ, അതായത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചാനൽസുകളെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്. അതായത് കോമൺ ആയിട്ട് നമുക്ക് കാണാം ഏതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസുകളാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEO. ഇതിൽ ഈ SEO എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവിങ് വെബ്സൈറ്റ് വിസിബിലിറ്റി ഇൻ സെർച്ച് എഞ്ചിൻ ലൈക്ക് ഗൂഗിൾ. ഈ ഗൂഗിൾ പോലെയുള്ള വെബ്സൈറ്റുകളിൽ അതിൻ്റെ വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിനാണ് മെയിനായിട്ടുള്ള പോയിന്റ് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതായത് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ പ്രൊമോട്ടിങ് ത്രൂ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ആൻഡ് ലിങ്ക്ഡിൻ. അതായത് ഈ മീഡിയയിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രൊമോട്ടിങ് നടത്തുന്നത്. അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ട്വിറ്ററോ ലിങ്ക്ഡിനോ ഒക്കെ യൂസ് ചെയ്തിട്ട്, പിന്നെ കുറേ ഉണ്ട് കേട്ടോ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് സെൻഡിങ് പ്രൊമോഷൻ ഓർ ഇൻഫോർമേറ്റീവ് ഇമെയിൽസ് ടു കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമറിലേക്ക് ഇമെയിൽ വഴി പ്രൊമോട്ട് ചെയ്യാം. ഇമെയിൽ വഴി പ്രൊമോട്ട് ചെയ്യാണ് കസ്റ്റമറിലേക്ക് ഇമെയിൽ വഴി പ്രൊമോട്ട് ചെയ്യാണ് ഇമെയിൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ക്രിയേറ്റീവ് വാല്യുബിൾ കണ്ടന്റ് ടു അട്രാക്ട് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാല്യുബിൾ കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് ബ്ലോഗോ വീഡിയോസുകളോ ഒക്കെ ആക്കിയിട്ട് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുക.
ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആ കണ്ടന്റ് എന്തായിരിക്കണം? അട്രാക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്, പെയ്ഡ് ആഡ്സ് ദാറ്റ് അപ്പിയർ ഓൺ സെർച്ച് എഞ്ചിൻ ഓർ സോഷ്യൽ മീഡിയ. അതായത് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു അഡ്വർടൈസ് നമ്മൾ ലെഫ്റ്റിലോ റൈറ്റിലായിട്ട് അല്ലെങ്കിൽ ഹെഡറിലൊക്കെ ആയിട്ട് വരും അല്ലേ? അപ്പോൾ അത് നമ്മൾ ആ അഡ്വർടൈസിങ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയാൽ എന്തായിരിക്കും, അവിടെ അവർ ആ അഡ്വർടൈസിങ് അവരെന്തായാലും ക്യാഷ് കൊടുത്തിട്ടായിരിക്കും അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരൊറ്റ ക്ലിക്ക് കൊണ്ട് എന്തായിരിക്കും ആ അഡ്വർടൈസ് നമ്മൾ വ്യൂ ചെയ്യും. അതിൻ്റെ കൂടെ എന്താണ്, ഈ അഡ്വർടൈസിങ് കമ്പനിക്ക് എന്തായിരുന്നു ഈ അഡ്വർടൈസിങ് അവർക്ക് ഗൂഗിൾ ആഡ്സിന് എന്തായിരിക്കും അവർ ഈ അഡ്വർടൈസിങ് കമ്പനി, അതായത് ഏത് ഇതിൻ്റെ കമ്പനിയാണോ അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒറ്റ ക്ലിക്കിൽ അത് പേയ്മെൻറ്റ് അവിടെ നടക്കും. ഓക്കെ, അഫിലിയേറ്റിംഗ് പറഞ്ഞാൽ പാരൻറ്റിങ് വിത്ത് അതേഴ്സ് ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ് ഫോർ എ കമ്മീഷൻ. അതായത് അത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, അതായത് പാർട്ടണിങ് നടത്തുക. അതായത് നമ്മൾ വേറൊരാൾ നമ്മളെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനോ സെല്ല് ചെയ്യാനോ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. എന്നിട്ട് എന്തായിരിക്കും അതിൻ്റെ ക്യാഷ് അവർക്ക് കമ്മീഷനായിട്ട് നൽകുക. അവർ ഒരു കച്ചവടം നടത്തണമെങ്കിൽ ഇന്ന ക്യാഷ് തരാം എന്നുള്ള രീതിക്ക് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇതിലൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഈ വ്ളോഗേഴ്സുകൾ പറയും, ഈ കോഡ് ഉപയോഗിച്ചിട്ട് ഇത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഡിസ്കൗണ്ട് കിട്ടും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ ഏതെങ്കിലും വീഡിയോസിലോ കാര്യങ്ങളിലൊക്കെ. അതായത് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് എന്തായിരിക്കും ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്താണ്, ആ എമൗണ്ട് ശരിക്കും ഇവരെ അക്കൗണ്ടിലേക്കാണ്, അതായത് ഈ വ്ളോഗേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, അതായത് യൂസ് ചെയ്ത് പോപ്പുലർ പേഴ്സണാലിറ്റി ടു എൻഡോസ് എ പ്രൊഡക്റ്റിൻ്റെ പരസ്യം. ഒരു പോപ്പുലർ പേഴ്സണാലിറ്റി, ഒരു ഇൻഫ്ലുവൻസർ എന്നറിയാലോ അല്ലേ, ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരു പോപ്പുലർ ആയിട്ടുള്ള പേഴ്സൺസിനെ കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പരസ്യം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന്, അല്ലെങ്കിൽ നമ്മളെ സെയിൽസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, മൊബൈൽ മാർക്കറ്റിംഗ് റീച്ചിങ് യൂസേഴ്സ് ത്രൂ SMS ആപ്സ് ഓർ മൊബൈൽ ആഡ്സ്. അതായത് SMS വഴി, ആപ്പ് വഴിയോ മൊബൈൽ ആഡ്സോ വഴി മാർക്കറ്റിംഗ് നടത്തുക. ഇതിങ്ങനെ നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് കോസ്റ്റ് എഫക്റ്റീവ്, അതായത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് അടിച്ചെടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അതിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിരിക്കും. കാരണം ഈ നോട്ടീസ് എല്ലാവരും വായിച്ചോളണം എന്നില്ല. നമ്മൾ ഇതിലും കോസ്റ്റ് കൊടുക്കണം, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് കൊടുക്കണം. ബട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ അത് എഫക്റ്റീവായിട്ട് മാറി സോഷ്യൽ മീഡിയ. കാരണം നൗഡേയ്സ് എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസുകളായിട്ടും കുറേ അഡ്വർടൈസ്മെൻറ്റുകളായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാതെ അങ്ങനെ പോവുകയോ ഒന്നും ചെയ്യാം, പക്ഷെ അത് നമ്മളിലേക്ക് എത്തിച്ച്. അപ്പം നമ്മൾ അതായത് ഇപ്പം ഈ സോഷ്യൽ മീഡിയ നടത്തുമ്പോൾ നമ്മൾ ആവശ്യക്കാർ മാത്രമായിരിക്കും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ആവശ്യമില്ലാത്തവരും ഈ വീഡിയോ കണ്ടോണമെന്നില്ല. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്യും. അപ്പം നമ്മൾ ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നോട്ടീസ് എടുക്കുന്ന, ഇപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും അതിൽ നോട്ടീസ് ഇറക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പൊതുസ്ഥലങ്ങളിലായിരിക്കും നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ആവശ്യമില്ലാത്ത ആൾക്കാരായിരിക്കും അധികം പേരും, അവരുടെ കയ്യിലായിരിക്കും ഈ നോട്ടീസുകൾ. അപ്പോൾ എന്താ ചെയ്യുക, അത് നമുക്ക് വേസ്റ്റായി. പക്ഷെ നമ്മൾ ഈ ഇതിൽ ഓൺലൈനിൽ എന്തായിരിക്കും എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ നടത്തുമ്പോഴേ അത് ആവശ്യമുള്ളവർ മാത്രമേ കാണുള്ളൂ. അതായത് പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റ്. Next one, measurable result and real-time performance tracking. Global research and target advertising. Target advertising അത് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരിൽ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ട് എത്തിക്കാൻ കഴിയുള്ളൂ. എൻഹാൻസ് കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് ഇൻട്രാക്ഷൻ. അതായത് കസ്റ്റമറായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇവരാണ് നമുക്ക് ഒരാൾ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളോ കാര്യങ്ങളോ ചിലപ്പോൾ ഒരു ഗൂഗിൾ ഫോം വഴി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഓൾറെഡി പേരും നമ്പേഴ്സൊക്കെ നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് നമ്മൾ മെയിൽ ID എങ്കിലും അവരുടെ കയ്യിൽ കിട്ടും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ മെയിൽ ID-യോ നമ്പേഴ്സുകളോ എന്തെങ്കിലും അവർക്ക് കിട്ടും. നമ്മളൊരു കോഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ ചോദിക്കും എന്താണ് മെയിൽ ID, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു അഡ്വർടൈസിങ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ നമ്പറും നമ്മളെ പേരും അവരുടെ കയ്യിലുണ്ടാവും. കാരണം നമ്മളെ മെയിൽ ID നമ്മളെ നമ്പർ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ അതേപോലെ നോട്ടീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുത്ത് എന്ത് കൊടുത്തെന്ന് നമുക്കറിയില്ല. ഒരു കോമൺ കോമൺ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആർക്ക് കൊടുത്ത് നമുക്കറിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത് എൻഹാൻസ് കസ്റ്റമർ എൻഗേജ്മെന്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ യൂസറും അതായത് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളും കസ്റ്റമറും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക, എന്തിനാണ് നിങ്ങൾ എൻക്വയറി ചെയ്തത് എന്നുള്ളത് അവർ കോണ്ടാക്ട് ചെയ്യും. എക്സാമ്പിൾ, എ കമ്പനി introduces a new smartphone through a YouTube videos, Instagram ads and Google search promotion using digital marketing strategies. അതായത് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ വഴിയോ എന്തായിരിക്കുക പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വിഎസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് using offline media such as newspaper, magazine, television, radio, billboards and brochures. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് യൂസ് ഓഫ്ലൈൻ മീഡിയകൾ യൂസ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു ന്യൂസ് പേപ്പറുകൾ, മാഗസീൻ, ടെലിവിഷൻ, റേഡിയോ, ബിൽ ബോർഡുകൾ, ബ്രൗഷേഴ്സ്, അതായത് നമ്മളെ പരസ്യങ്ങളുടെ ബോർഡുകളൊക്കെ ഉണ്ടാവില്ലേ, അത് വഴി ബ്രൗഷേഴ്സ് വഴിയൊക്കെ എന്തായിരിക്കുക പ്രൊമോട്ട് ചെയ്യുക. ഇറ്റ് ഫോക്കസ് മെയിൻലി ഓൺ റീച്ചിങ് എ ലോക്കൽ ഓർ മാസ് ഓഡിയൻസ് ത്രൂ എ ഫിസിക്കൽ അഡ്വർടൈസ്മെന്റ്. അതായത് ഇത് ശരിക്കും എന്താണ് ഒരു ഏരിയയിൽ ഒരു ലൊക്കാലിറ്റിയിൽ എന്തായിരിക്കും ഒക്കെ എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ. ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ റിസൾട്ട് അക്യുറേറ്റ്ലി. അതായത് ഇത് നമുക്ക് എക്സ്പെൻസീവ് ആണ്, കാരണം അത്രയും നോട്ടീസ് ഇറക്കാന്നൊക്കെ നമുക്ക് എത്രത്തോളം വേണം നമുക്കറിയില്ല. അപ്പം നമ്മളൊരു ഏകദേശം രൂപ വെച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ ടൈം കൺസ്യൂമിങ്, ഇത് നമ്മളെല്ലായിടത്തും എത്തിക്കണം. ഇതിപ്പോൾ പേപ്പറിൻ്റെ കൂടെ ആണെങ്കിൽ എല്ലാ ലൊക്കാലിറ്റിയിലുള്ള അവിടെ എത്തിക്കണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതൊക്കെ കുറേ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ആയിട്ടും ടൈം കൺസ്യൂമിങ് ഒക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് on the other hand uses online platforms such as social media, search engines, website and email to promote product and services. അത് നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ മേലെ അല്ലേ. അതായത് ഒരു വെബ്സൈറ്റ് വഴിയോ ഒരു സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിൻ വഴിയോ ഇമെയിൽ വഴിയുമായ പ്രൊഡക്റ്റ് സർവീസുകളോ എന്ത് ചെയ്യാം
പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് അലോസ് ബിസിനസ് ടു റീച്ച് ഗ്ലോബൽ ഓഡിയൻസ് ഇൻസ്റ്റന്റിൽ. അതായത് നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമാണ് എത്തിക്കാന്ന്. ഇത് എന്താണ്, നമ്മൾ ഗ്ലോബലി എന്തായിരിക്കും നമ്മളെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, provides a real-time performance tracking and is often the more cost-effective. Digital marketing also encourages two-way communication between business and customers. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മേക്കിംഗ് ഇറ്റ് മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് മെഷറബിൾ ദാൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിനെക്കാട്ടും ഇൻട്രാക്റ്റീവുമാണ്, മോർ മെഷറബിളുമാണ്. ഓക്കെ, ഇനി ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻറ്റ് പറയാം. നമുക്ക് അതിലൊരു കോളം ചെറുതായി പോട്ടോ, സോറി, അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിട്ടാണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. ഓക്കെ, അതിൽ പറയേണ്ടത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നതാണ് യൂസസ് ഓഫ്ലൈൻ മെത്തേഡ് സച്ച് ആസ് ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ബിൽ ബോർഡ് ആൻഡ് പ്രിന്റഡ് browsers to reach കസ്റ്റമേഴ്സ്. അതായത് ടെലിവിഷനോ റേഡിയോ ബിൽ ബോർഡോ ബ്രൗഷറുകളോ കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഓഫ്ലൈൻ മെത്തേഡുകളാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ uses online platform like website, social media, search engine and email to promote product and services. മേലെ പറഞ്ഞു അല്ലേ, ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ഒക്കെ വഴി പ്രോഡക്റ്റ് സർവീസസും പ്രൊമോട്ട് ചെയ്യുക. ഫോക്കസ് ഓൺ റീച്ചിങ് എ ലോക്കൽ ഓർ മാസ് ഓഡിയൻസ് ത്രൂ ഫിസിക്കൽ ചാനൽസ്. അതെന്താണ്, ലോക്കൽ മാസ് ഫിസിക്കൽ ചാനൽസ് വഴി ഒരു മാസ് ഓഡിയൻസിനെ അല്ലെങ്കിൽ ലോക്കൽ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പറ്റുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു റീച്ച് എ ഗ്ലോബൽ ഓഡിയൻസ് ഇൻസ്റ്റന്റ്ലി ത്രൂ ദ ഇന്റർനെറ്റ് വഴി ഒരു ഗ്ലോബൽ ഓഡിയൻസിൽ ബിസിനസ് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഈ ചെറിയ ലൊക്കാലിറ്റിയില്ലാതെ വലിയ വലിയ കൺട്രികളിലോ അല്ലെങ്കിൽ വലിയ വലിയ ടൗണുകളിലോ ഒക്കെ എത്തിച്ചേരാം. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തിയിട്ട് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, Traditional marketing campaigns are often costly and time-consuming to product and distribute. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമുക്ക് ശരിക്കും കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളവിടെ അതിപ്പോൾ ഒരാൾ വരിക, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ അന്വേഷിച്ച് പോവുക, അപ്പോൾ അയാളുടെ അടുത്ത് പോയി നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യുക, അവിടെ മാർക്കറ്റിങ് നടത്തുക. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിട്ട് തന്നെയാണ് അവിടെ വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് generally more affordable and can be launched or adjusted quickly. പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ എക്സാക്ട് സക്സസ് ഓർ റീച്ച് ഓഫ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല ഇത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത്. കാരണം അവർ നോട്ടീസ് കിട്ടിയോ ഇല്ലേ എന്നൊക്കെ നമുക്കറിയണ്ടേ. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയല്ല. റിയൽ ടൈം ഡാറ്റ ആൻഡ് അനാലിറ്റിക്സ് ടു ട്രാക്ക് പെർഫോമൻസ് ആൻഡ് കസ്റ്റമർ എൻഗേജ്മെന്റ്. അപ്പം ഒരു പോസ്റ്റ് ഇട്ടാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര മെസ്സേജുകൾ പോയിട്ടുണ്ട്, എത്ര മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
നമ്മളെ അവര് അതായത് ഓരോതും നമ്മൾ വ്യൂ ചെയ്യുന്നത് അവരുടെ കയ്യിൽ ആ ഡാറ്റ ഉണ്ടാവും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആർ യൂഷ്വലി സ്റ്റാറ്റിക് ആൻഡ് വൺ വേ ഓഫറിംഗ് ലിമിറ്റഡ് ഇൻട്രാക്ഷൻ. അതായത് ഒറ്റൊരു വൺ വേ ഇൻട്രാക്ഷൻ മാത്രം, നമ്മളത് കൊടുക്കുക, നമ്മളത് പറയാ, അത്രയേ ഉള്ളൂ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ടൂ വരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പരസ്യം കാണുമ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എങ്ങനെയാണ് ഫീസ്. കാരണം അവർ ഫീസ് കാര്യങ്ങളൊന്നും അതിൽ വിട്ടില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടാലും നമുക്ക് ഫീസ് കാര്യങ്ങളും ഒക്കെ അറിയണ്ടേ. അപ്പം എന്താണ്, നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ എന്താണ്, ടൂ വേ കമ്മ്യൂണിക്കേഷനാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ നടക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ടൈപ്പുകൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ട് ടൈപ്പ് ഉണ്ട്. പുഷ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പുൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. അതിൽ പുഷ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നത് എന്താ വെച്ചാൽ പ്രൊമോട്ടിംഗ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഡയറക്ട്ലി ടു ദ ഓഡിയൻസ് ഈവൻ ഇഫ് ദേ ഡിഡ് നോട്ട് ആസ്ക് ഫോർ ഇറ്റ്. അതായത് ഡയറക്റ്റ് ആയിട്ട് എന്ത് പ്രൊഡക്റ്റോ പ്രൊമോട്ടിങ്ങോ കസ്റ്റമറിലേക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കുക. മാർക്ക് അതായത് അവരോട് ചോദിക്കൊന്നുമില്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവരിലേക്ക് എത്തിക്കുക. ഇറ്റ് മാർക്കറ്റ് ട്രയൽ പുഷ് ദ മെസ്സേജ് ടുവേർഡ്സ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറിലേക്ക് എന്താ മെസ്സേജ് ആണ് പാസ് ചെയ്യുക. അവർക്ക് ആവശ്യമുണ്ടോ ഇല്ല നോക്കുക, അവർ ചോദിച്ചോ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഡീറ്റെയിൽസ് അവരിലേക്ക് എത്തിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റഡ് ബൈ ദ മാർക്കറ്റ്. അതായത് അപ്പോൾ അവർ നമുക്ക് അവരെ അറിയില്ലെങ്കിൽ അവരെ അറിയിക്കുമ്പോൾ അവരെ മാർക്കറ്റ് റേറ്റ് നമുക്ക് എന്തായിരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും. ഓക്കെ, എയിംസ് ടു ക്രിയേറ്റ് അവയർനെസ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ അവിടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വർക്ക്സ് ഈവൻ വെൻ ദ കസ്റ്റമർ ഈസ് നോട്ട് ആക്ടിവേറ്റ്ലി സെർച്ചിങ്. അതായത് ആക്റ്റീവ്ലി സെർച്ചിങ്, അതായത് ആക്റ്റീവായിട്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ എടുത്തും നമുക്ക് എന്താണ് അത് എത്തിക്കാൻ പറ്റും, അത് വർക്ക് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇത് ബുക്സുകൾ ഇപ്പോൾ ബുക്സുകൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വായിക്കാത്ത അങ്ങനെ, പക്ഷെ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ അട്രാക്ഷന് വഴി നമ്മൾ ഇതിൻ്റെ പരസ്യം വഴി അവർ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ വാങ്ങിച്ചോണമെന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ ആവശ്യകത ആയിട്ട് അത് മാറിയ പോലെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വർടൈസ് ചെയ്യണം. ഓക്കെ, അവർക്ക് ആവശ്യമുള്ള സാധനമാണ് എന്ന നിലക്ക് നമ്മളത് അഡ്വർടൈസ് ചെയ്യണം, ഈവൻ ദോ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും. ഓക്കെ, പിന്നെന്താണ് അത് വെബ്സൈറ്റുകളിൽ ഡിസ്പ്ലേ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ പറയാം, അത് നമുക്ക് ശരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റിൽ നമുക്കുള്ള ആവശ്യമായിട്ടുള്ളത് മാത്രമേ നമ്മൾ സെർച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്താണ്, അതിൻ്റെ സൈഡിലായിട്ട് ഒരു പോപ്പപ്പ് പോലെ ഒരു അഡ്വർടൈസിങ് അവിടെ വരെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും തന്നെ എന്താണ് ആ അഡ്വർടൈസിങ് അവിടെ നമ്മൾ കാണാൻ ഇട വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പോപ്പപ്പ് ആഡ്സ്, SMS മാർക്കറ്റിംഗ്, ഇമെയിൽ പ്രൊമോഷൻ സെൻഡ് ടു മെനി പീപ്പിൾ. കാരണം ഇമെയിലൂടെ നമ്മൾ കുറേ ഇമെയിലുകളിലൂടെ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് വരുന്നത് നമ്മൾ ഈവൻ ദോ നമ്മൾ അത് ചെയ്യൂല, നമ്മളത് ഓപ്പൺ ചെയ്യില്ല, പക്ഷെ എന്തായിരിക്കും അത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വ്യൂ ചെയ്തിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഓർത്ത് വെക്കും. ചിലപ്പോൾ നമുക്കതിനെ കുറിച്ചിട്ട് ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ നമ്മളത് ഓർത്ത് വെച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇങ്ങനൊരു സാധനം നമ്മൾ കണ്ടിരുന്നല്ലോ, ഇങ്ങനൊരു സാധനം നമ്മളിതിൽ മെയിലിൽ വന്നിരുന്നല്ലോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിരിക്കും. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ എന്താണ് പുഷ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എന്താണ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നാണ് യൂസ്ഫുൾ ഫോർ റീച്ചിങ് എ ലാർജ് ഓഡിയൻസ് ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ ലാർജ് ഓഡിയൻസിലേക്ക് എത്താനും വേണ്ടിയിട്ട് സഹായിക്കാം. ഗുഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം കൂടി അവിടെ വരണം. കാരണം
ഒരു വെബ്സൈറ്റിൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ എന്താണ് അവിടെ അഡ്വർടൈസിങ് വെക്കുകയാണ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അതായത് മേ ബി ഇഗ്നോർഡ് ഓർ ബ്ലോക്ക്ഡ് ബൈ യൂസേഴ്സ്. ചിലപ്പോൾ അതെന്താണ്, യൂസേഴ്സ് അത് ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ എന്താ, ക്യാൻ ഫീൽ ഇൻറ്ററാക്റ്റീവ്, അത് ഇൻറ്ററാക്റ്റീവായിട്ട് അവർക്ക് ഒരു അസ്വസ്ഥമായിട്ട് അവർക്ക് തോന്നും. ഓക്കെ, അങ്ങനെ ഇത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ പരസ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അതിൽ ദേഷ്യം പിടിക്കൂലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ എന്നാണ് പഠിക്കുക അല്ലേ. ഫുൾ മാർക്കറ്റിംഗ് മീൻസ് അട്രാക്റ്റീവ് കസ്റ്റമേഴ്സ് ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ്. അതായത് പ്രൊഡക്റ്റിനെ ഇതായിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കുക. എന്താണ് ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഹിയർ ദ മാർക്കറ്റ് ട്രൈസ് ടു പുൾ കസ്റ്റമേഴ്സ് ത്രൂ വാല്യുബിൾ ആൻഡ് റെലവൻറ്റ് കണ്ടന്റ്. അതായത് റെലവൻറ്റ് കണ്ടന്റും എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള ഈ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, അവർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ പുൾ ചെയ്തിട്ടെടുക്കുക. ഓക്കെ, ഇനി കീ ഫീച്ചർ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാക്കാം. കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റഡ് ബൈ ദ കസ്റ്റമറായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുക. ഫോക്കസ് ഓൺ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ സ്ഥിരം കസ്റ്റമർ എന്നൊക്കെ പറയും അല്ലേ. നമ്മളെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ലോങ് ടേം കസ്റ്റമേഴ്സിനെ കിട്ടും. അതുകൊണ്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് നടത്താൻ പറ്റും. കസ്റ്റമേഴ്സ് കം വോളണ്ടറിലി, കസ്റ്റമേഴ്സ് വോളണ്ടറിലി ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കസ്റ്റമർ സ്വമേധയെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആവശ്യം ഉണ്ടായിട്ട് മറ്റേ ഇത് അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ വരികയാണ് ചെയ്യുന്നത്. അതായത് സെർച്ച് ചെയ്യുക. എക്സാമ്പിൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ബ്ലോഗിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ, യൂട്യൂബ് ട്യൂട്ടോറിയൽ, സോഷ്യൽ മീഡിയ കണ്ടന്റ്, ഇൻഫ്ലുവൻസർ കണ്ടന്റ്. അതായത് ആവശ്യമുള്ളതിൽ മാത്രം അത് യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് അതേ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടെത്തും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, അതിൻ്റെ എന്താണ് ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് അഡ്വാൻറ്റേജസ്. ഹയർ കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, അതായത് ബ്രാൻഡ് ലോയാലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഹയർ കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, കസ്റ്റമർ അതിൽ എൻഗേജ് ആയിട്ട് തന്നെ ഉണ്ടാവും. മറ്റേത് അവർ ജസ്റ്റ് ഒന്ന് അഡ്വർടൈസ്മെൻറ്റ് കണ്ടുപോയി, കണ്ടാൽ തന്നെ ആയി, അത് ഓപ്പൺ ചെയ്ത് പക്ഷെ മാത്രം ഓപ്പൺ ഉള്ളവർ മാത്രം ചെയ്യുന്നത്. ഇതിലെന്താണ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. അവർ ഒരു സാധനം അവർക്ക് വേണ്ടത് അവർ തേടി പിടിക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ടേക്ക് മോർ ടൈം ടു സീ റിസൾട്ട്. അതായത് നമുക്ക് റിസൾട്ട്, കാരണം ഒരു തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നതാണ്. ഒരു കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അത് അതിന് ഏതാ തെറ്റ് ശരിയെന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് കുറേ സമയം വേണ്ടി. റിക്വയർ കൺസിസ്റ്റന്റ് കണ്ടന്റ് എഫേർട്ട്, അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ എഫേർട്ടുകളുണ്ട്. ഇനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസിങ് പ്ലാനുകൾ, അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് നടത്താൻ അഡ്വർടൈസിങ് പ്ലാനുകളാണ് പറയുന്നത്. സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്, ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുക. അത് ഫസ്റ്റ് ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു അച്ചീവ് ത്രൂ എ ഡിജിറ്റൽ. എന്താണ് നമുക്ക് നടത്താൻ, നമ്മൾ പരസ്യം നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഉള്ളത് എന്നുള്ളത് നോക്കുക. കോമൺ ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ് increasing brand awareness, generating leads or enquiries, increasing website traffic, boosting sales. ഓക്കെ, അതായത് കോമൺ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള ബ്രാൻഡ് അവയർനെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. പിന്നെന്താണ് ലീഡ്സ് എൻക്വയറീസ് ഒക്കെ എന്താ ജനറേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ വെബ്സൈറ്റ് ട്രാഫിക്കും സെയിൽസൊക്കെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇൻട്രസ്റ്റഡ് ഹൂ യു വാണ്ട് ടു റീച്ച്, നമ്മൾ അവിടെ എത്തിച്ചേരുക. എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് അണ്ടർസ്റ്റാൻഡ് ഹൂ യു
വാണ്ട് ടു റീച്ച്, നമ്മളൊരു ടാർജറ്റ് ആർക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പം നമ്മളെന്താണ് ഒരു ടാർജറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അവരുടെ ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഇൻകം ഒക്കെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ഡ്രസ്സുകൾ, മെൻസിൻ്റെ ടീഷർട്ടുകളാണെങ്കിൽ നമ്മൾ അത് ഓൾഡ് പീപ്പിൾസിൻ്റെ അടുത്ത് നമ്മൾ എത്താതെ, അല്ലെങ്കിൽ ലേഡീസിൻ്റെ അടുത്ത് എത്താതെ നമ്മൾ അത് നോക്കണം. ഓക്കെ, അപ്പം അങ്ങനെ അത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ ഇൻട്രസ്റ്റഡ് ആൻഡ് ഹോബീസ്, അപ്പോൾ അവർക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ്. അതിപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങണതിലായിരിക്കും ഡ്രസ്സ്, അല്ലെങ്കിൽ വേറെ ചിലർക്കൊക്കെ പ്ലാൻസുകൾ, അങ്ങനെ അവർക്ക് എന്താണ്. അപ്പോൾ അവരിങ്ങനെ ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും അപ്പോൾ അവരുടെ അടുത്ത് കിട്ടും ഈ വിവരം. ഈ ഇവരുടെ ബാക്ക് ലിങ്ക്സിൻ്റെ അടുത്ത് കിട്ടും എന്താണ് ഇവർക്ക് ഇന്നത് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എന്താണ് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ അവർ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, പിന്നെ ലൊക്കേഷൻ, അതായത് ഇപ്പം നമുക്ക് കുറച്ച് ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ആ ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഓൺലൈൻ ബിഹേവിയർ, അതായത് വേർ ദേ സ്പെൻഡ് ടൈം ഓൺലൈൻ, അവർ എപ്പോഴാണ് ഏത് ടൈം. ചൂസ് ദ റൈറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോം, അതായത് കൂടുതൽ ഓഡിയൻസ്, കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യണ, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആഡുകൾ അവിടെ പെർഫോം ചെയ്യുക, അവിടെ ആഡുകൾ നമ്മൾ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം ഗൂഗിൾ ആഡ്സൊക്കെ നമ്മൾ കൊടുക്കുക സെർച്ച് എൻജിൻസിലാണ്. അതായത് ഗൂഗിളിൽ ഗൂഗിൾ ആഡ്സ് കൊടുക്കുക നമ്മൾ സെർച്ച് എൻജിനിലാണ്, ഗൂഗിളിലാണ് അല്ലേ. ഓക്കെ, അതായത് അവിടെ സെർച്ച് ചെയ്യും അവർ വിച്ച് ഹോട്ടൽ ഈസ് ബെസ്റ്റ്, ഓക്കെ, നമ്മളെ വിച്ച് ഷോപ്പ്, നമുക്ക് സാധനം വാങ്ങാനുള്ള ഷോപ്പ് ഏതാണ് നല്ലത്, അതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഗൂഗിൾ ആഡ്സിൽ കൊടുത്താൽ മാത്രമേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും, അത് സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യും, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബും ലിങ്ക്ഡിൻ സ്നാപ്ചാറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. അവിടെ അപ്പോൾ അവിടെ ആരാണ് കൂടുതൽ, അതായത് ആ സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അധികം ആൾക്കാർ ഇൻസ്റ്റഗ്രാമോ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം അല്ലേ. ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് തന്നെയാണ് അധികം ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലിങ്ക്ഡിൻ പോലുള്ള ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ ജോബ്, എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യും. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഷോപ്പിൻ്റെതോ സാധനത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ എന്തായിരിക്കും അവിടെയാണ് നമ്മൾ നമ്മളെ ഇത് ആഡുകൾ നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, വെബ്സൈറ്റുകളിൽ നമ്മൾ എങ്ങനത്തെ ആഡുകളാണ് ചെയ്യുക? ഡിസ്പ്ലേ ബാനർ ആഡ്സ്, അതായത് ബാനർ ആഡ്സുകളൊക്കെ പോലുള്ളതാണ് വെബ്സൈറ്റുകളിൽ നമ്മൾ റൺ ചെയ്യുക. അപ്പം നമ്മൾ ഏത് ത്രൂ ഒരു വെബ്സൈറ്റ് എടുത്തൊക്കെ ആണെങ്കിൽ അതിന് സ്ഥലത്ത് ഇതുണ്ട് എന്നുള്ളത്, അത് ഇൻ്റർനാഷണൽ ലെവലായിരിക്കും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് എടുക്കുമ്പോൾ അത് അവിടെ ഒരു പോപ്പായിട്ട് കാണും. ഓക്കെ, പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ അധികം നമ്മൾ ഒഫീഷ്യലി നടത്തുന്ന ബിസിനസ്സുകളൊക്കെ ആയിരിക്കും. കാരണം വെച്ചാൽ അതും ഇപ്പോൾ ഒരു ഓഫീസ്, ഇപ്പോൾ ഒരു എന്താണ് ഫർണിച്ചറിൻ്റെ അങ്ങനെ കമ്പനികളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ എന്താണ് ആ ടാർജറ്റ്, ആ ബാക്കിയുള്ള ഇൻഡസ്ട്രി അതേ സെയിം ലെവലിൽ നിൽക്കുന്ന ആ ഇൻഡസ്ട്രികൾ, അതായത് സെയിം ഇത് നയിക്കണം, അത് സെയിം എന്താണ് പറയുക
സെയിം ഫങ്ഷനുള്ള ആ ഇൻഡസ്ട്രിയിലേക്ക്, അപ്പോൾ അവിടുത്തെ മാനേജർക്ക്, അവിടുത്തെ എംപ്ലോയീസിനൊക്കെ എന്താ മെയിൽ വഴി ആയിരിക്കും അവർ മാർക്കറ്റിംഗ് നടത്തുക. ഓക്കെ. അതായത് സാധാരണ പീപ്പിൾസിനൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി. പക്ഷേ ഇത് കമ്പനീസ് ബോർഡ് അങ്ങനെ ഉള്ളതിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഡു നോട്ട് അഡ്വർടൈസ് എവരിവെയർ, ചൂസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് പ്ലാറ്റ്ഫോം. ഈ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്താണ് എല്ലായിടത്തും കൊണ്ടിട്ടിടരുത്. അതായത് ആ ആവശ്യമുള്ളിടത്ത് മാത്രം ഇട്ടാൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് നടക്കുകയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഡെവലപ്പ് യുവർ മെസ്സേജ് ആൻഡ് ക്രിയേറ്റീവ് കണ്ടൻറ്റ്. നമ്മളെ മെസ്സേജുകൾ, അതായത് നമ്മളെ കണ്ടൻ്റൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് ആക്കാനും വേണ്ടിയിട്ട്, അതായത് ഡെവലപ്പ് ചെയ്യാൻ, അത് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ തന്നെ ക്രിയേറ്റ് ആഡ്സ് ദാറ്റ് ക്യാച്ച് അറ്റൻഷൻ ആൻഡ് എൻകറേജ് ആക്ഷൻ. അതായത് നമ്മളെ ആഡ് എന്നുള്ളത് പറയുന്നത് ഒരു പേഴ്സൺസ് എൻകറേജ് ചെയ്തിട്ടുള്ളത് വേണം. പിന്നെ അവിടെ എന്താണ് ക്ലിയർ, അതിലെന്തൊക്കെ വേണം, ക്ലിയർ ഹെഡ്ലൈൻ വേണം. പിന്നെ അതിൽ ഷോർട്ട്, ഒരു ആഡ് കണ്ടാൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള ആഡാണ് എന്നുള്ളത്. പിന്നെ ഷോർട്ട് മെസ്സേജ്, അതിലെന്തൊക്കെ മെസ്സേജുകൾ, അട്രാക്റ്റീവ് വിഷ്വൽസ് ഓർ വീഡിയോസ്, അതിൽ നമ്മൾ നോർമൽ പീപ്പിൾസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള വിഷ്വൽസുകൾ, അതായത് നമ്മളെന്തെങ്കിലും പെട്ടെന്ന് വെറുതെ ഇങ്ങനെ എഴുതി, നമ്മളിപ്പോൾ ഒരു ഫിലിംസോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് അടിയിലൂടെ ഇങ്ങനെ എഴുതി പോകുന്നത് നമ്മൾ കാണണമെന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ വീഡിയോസ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ തന്നെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടാവും അല്ലേ ഓരോ ആഡുകൾ. അപ്പോൾ അതിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ യൂട്യൂബ് കാണുമ്പോൾ നമ്മളൊരു അട്രാക്റ്റീവ് ആഡ് വരുമ്പോഴും അല്ലാത്ത ആഡ് വരുമ്പോഴും നമ്മൾ ബിഹേവിയർ ചെയ്യുന്ന തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നല്ല അട്രാക്റ്റീവ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളതൊന്ന് ആ വീഡിയോ കഴിയുന്നത് വരെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതിൽ നമ്മൾ കണ്ടുപോകും. പിന്നെ അതല്ല അട്രാക്റ്റീവ് അല്ലാത്തതാണെങ്കിൽ നമ്മളത് വേഗം സ്കിപ്പ് ചെയ്തിട്ട് വിടും. അപ്പോൾ എന്താണ് അതിനൊരു വിഷ്വൽസ് വീഡിയോസൊക്കെ എന്തായിരിക്കണം, അട്രാക്റ്റീവ് വേണം. കാൽ ടു ആക്ഷൻ, അതായത് ചിലപ്പം അത് ചില വീഡിയോൻ്റെ ഉണ്ടാവും ബൈ നോ ലേൺ മോർ സൈൻ അപ്പ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഒക്കെ ആണെങ്കിൽ ലേൺ മോർ, നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയണം. അപ്പോൾ അവർ ആ സൈറ്റിലേക്ക് നമ്മൾ ത്രൂ എത്തിക്കും. ബൈ നോ എന്ന് പറയുമ്പോഴും നമ്മൾ ആ സൈറ്റിലേക്ക് ത്രൂ എത്തിച്ചിട്ടായിരിക്കും എന്തായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ജസ്റ്റ് അവിടെ ഒരു പോപ്പപ്പ് പോലെ ഇങ്ങനെ കാണുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ആ ബൈ നോയോ അത് കാൾ ടു ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കാൾ ടു ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അതായത് നമ്മൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ മേക്ക് ഷുവർ ദാറ്റ് ആഡ് മെസ്സേജസ് മാച്ചസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. ഇനി ഡിസൈഡ് ദ ബഡ്ജറ്റ്, നമ്മൾ ബഡ്ജറ്റ് നിശ്ചയിക്കണം. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ കുറേ പരസ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ ബഡ്ജറ്റ് നമുക്ക് കിട്ടുന്ന ലാഭം മുഴുവൻ പരസ്യത്തിലേക്ക് നമുക്കൊരു ഇതുണ്ടാവില്ല, ഏണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, നമുക്കൊരു ബഡ്ജറ്റ് വെക്കണം. ഇത്ര പരസ്യത്തിന് ഇത്ര ഇതിന് അങ്ങനെ അങ്ങനെ ഒരു ബഡ്ജറ്റ് വെച്ചാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എന്താണ്, പ്ലാൻ ഹൗ മച്ച് മണി യു വിൽ സ്പെൻഡ്. ബഡ്ജറ്റ് ക്യാൻ ബി ഡെയിലി ബഡ്ജറ്റ്. അതായത് ഇപ്പം നമ്മൾ ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം, പൈസ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു കസ്റ്റമർ ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ എന്തായിരിക്കും, അതിന് അവർ ഇട്ടിട്ടുള്ള ക്യാഷ് അതിൽ നിന്ന് അവർ ഗൂഗിൾ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ആഡ് ഇത്ര റൺ ചെയ്താൽ, ഇത്ര ടൈം റൺ ചെയ്താൽ ഇത്ര ക്യാഷ് തരാം, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ആഡ്സുകളുടെ ബഡ്ജറ്റുകൾ നിശ്ചയിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇവിടെ പറയുന്നത് ചൂസ് പ്രൈസിങ് മോഡൽസ്, അതായത് CPC, കോസ്റ്റ് പെർ ക്ലിക്ക്. അതായത് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര പൈസ പോവും അങ്ങനെ ഉണ്ടാവും. ഓക്കെ. ഇനി റൺ ദ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ലോഞ്ച് യുവർ ആഡ് യൂസിങ് സെലക്റ്റഡ് പ്ലാറ്റ്ഫോം, സെറ്റ് ആഡ് ഡ്യൂറേഷൻ, ഓഡിയൻസ് സെറ്റിങ്സ്, ബഡ്ജറ്റ് ലിമിറ്റ്, ലൊക്കേഷൻ ആൻഡ് അതായത് നമ്മൾ ആഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ട്, അതിൻ്റെ ഓഡിയൻസിൻ്റെ സെറ്റിങ്സ്,
പിന്നെ എന്താണ് ബഡ്ജറ്റ് ലിമിറ്റ്, പിന്നെ ലൊക്കേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ ആ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മോണിറ്റർ ആൻഡ് അനലൈസ് പെർഫോമൻസ്. ട്രാക്ക് ദ റിസൾട്ട് യൂസിങ് ടൂൾസ് സച്ച് ആസ് ഗൂഗിൾ അനലിറ്റിക്സ്, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ, ഇൻസ്റ്റഗ്രാം ഇൻസൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ്. അതായത് ഇവിടെ അനലൈസ് അതിൻ്റെ പെർഫോമൻസ് ഏത് ഇതിൽ കൊടുത്താലും, അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്താലാണോ, ഇൻസ്റ്റഗ്രാമിൽ കൊടുത്താലാണോ, ഫേസ്ബുക്കിൽ കൊടുത്താലാണോ, ഗൂഗിൾ ആഡിൽ കൊടുത്താലാണോ കൂടുതൽ റീച്ച് കിട്ടുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യണം. വിത്തിൻ 2 വീക്കിലോ അല്ലെങ്കിൽ വിത്തിൻ മന്തിലൊക്കെ നമ്മൾ സെർച്ച്. അപ്പോൾ നമ്മൾ അതിൽ റൺ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോം മാറ്റണം. അത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഒപ്റ്റിമൈസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരിക? ബേസ്ഡ് ഓൺ പെർഫോമൻസ്, അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അത് ഡാറ്റ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇനി ടാർഗറ്റ് ഓഡിയൻസ്, അതായത് ഞാൻ നേരത്തെ മേലെ പറഞ്ഞല്ലേ, നമ്മൾ ആ ഓഡിയൻസിലേക്കല്ലാതെ നമുക്ക് ഇവിടെ എത്തിയിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ ആഡ് ഡിസൈന് നമ്മൾ ഇതാവുക, ഡിസൈൻസ് നമ്മൾ എന്താ പറയുക, കറക്റ്റ് പ്രോപ്പർ വേല തന്നെ അത് റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ മെസ്സേജ്, പിന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ, ബഡ്ജറ്റ് അലോക്കേഷൻ. ഡിജിറ്റൽ അഡ്വർടൈസിങ് ഈസ് കണ്ടിന്യൂസ് ടെസ്റ്റ്, ലേൺ ആൻഡ് ഇംപ്രൂവ്. ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ്, ലേൺ ആൻഡ് ഡിജിറ്റൽ അഡ്വർടൈസിങ് കണ്ടിന്യൂസ് ടെസ്റ്റ്, ലേൺ ആൻഡ് ഇംപ്രൂവ്. അത് ഇംപ്രൂവ് ചെയ്യും കൂടി വേണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒപ്റ്റിമൈസ് ആൻഡ് ഇംപ്രൂവ്. അതായത് നമ്മളെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, ഡിസൈന് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല രീതിക്ക് ആഡ് ചെയ്യണം. അപ്പം അത്ര ഇൻട്രസ്റ്റഡ് പീപ്പിൾ അല്ലാത്തവർക്കോ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷനിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേറെ രീതിക്കുള്ള അഡ്വർടൈസ്മെൻറ്റ്. ന്യൂ ജനറേഷനിലാണെങ്കിൽ ഇപ്പോഴത്തെ ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആഡ്. അങ്ങനെ നമ്മളത് ഇതിനനുസരിച്ചിട്ട് പെർഫോമൻസിനനുസരിച്ച്. അപ്പോൾ നല്ല വീഡിയോകളാണ് റീച്ച് എത്തുന്നതെങ്കിൽ നമ്മൾ വീഡിയോസ് പോലുള്ള കണ്ടൻറ്റുകൾ തന്നെ ചെയ്യണം. ഓക്കെ, പിന്നെ മെസ്സേജ്, ബഡ്ജറ്റ് അലോക്കേഷൻ. ഡിജിറ്റൽ അഡ്വർടൈസിങ് യൂസിങ് കണ്ടിന്യൂ ടെസ്റ്റ്, ലേൺ ആൻഡ് ഇംപ്രൂവ്. അതായത് യൂസിങ് അതിൻ്റെ ടെസ്റ്റൻസ്, അതിൻ്റെ ലേണേഴ്സ്, അതിൻ്റെ ഇമ്പ്രൂവ് അനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ എന്തെന്ന് ടാർഗറ്റ് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇനി അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമുകൾ. നമ്മൾ ഏതൊക്കെയാണ് അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEO എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതും ഇംപ്രൂവിങ് എ വെബ്സൈറ്റ് വിസിബിലിറ്റി ഇൻ ഓർഗാനിക്. അതായത് ഓർഗാനിക് മാനറിൽ വെബ്സൈറ്റുകൾ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റുകളുടെ പ്ലാറ്റ്ഫോമാണ് അല്ലേ. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് ഗോൾ ഓഫ് SEO ടു ഗെറ്റ് ഹയർ റാങ്കിങ് ഓൺ സെർച്ച് എഞ്ചിൻ ലൈക്ക് ഗൂഗിൾ സോ ദാറ്റ് മോർ യൂസേഴ്സ് വിസിറ്റ് ദ വെബ്സൈറ്റ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ്, ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ കൊച്ചി അത് ടൈപ്പ് ചെയ്യുക വിചാരിക്കുക. അപ്പം നമ്മൾ ആ ബെസ്റ്റ് കറക്റ്റായിട്ടുള്ള ആ ഹോട്ടൽ ഏതായിട്ട് വരിക, ഒരു ഏതെങ്കിലും ഒരു പേര് നമ്മൾ കിടക്കുകയാണോ, അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒന്നെങ്കിൽ അത് ഈ ആഡ്സുകളുടെ നേരെ സ്പോൺസേഡ് എന്നുള്ളത് ഉണ്ടാവും. സ്പോൺസേഡ് ആഡ് എന്നുള്ളത് അവർ നമ്മൾ ഓരോ ആഡ് റൺ ചെയ്യുന്നതിന് അവർ ക്യാഷ് ഗൂഗിളിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ സ്പോൺസേഡ് ആഡ്. അപ്പം നമ്മൾ ഈ സ്പോൺസേഡ് ആഡ് അതല്ലാത്ത ആഡുകൾ നമ്മൾ ടോപ്പിൽ എത്തിപ്പിക്കുക. നമ്മളെ വെബ്സൈറ്റ് അതായത് നമ്മളെ സൈറ്റ് ടോപ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SEO ചെയ്യുക. ഹയർ റാങ്ക്, അതിന് പറയാം റാങ്കിങ്ങിൽ എത്തിക്കുക എന്നാണ് കേട്ടോ.
SEO include activities such as using relevant keyword, improving website speed, creating quality content and building backlinks when done effectively. അതായത് നമ്മൾ എങ്ങനെയാണ് റാങ്കിങ് എത്തിക്കാന്നറിയാം. അത് ഒന്നെങ്കിൽ റെലവൻറ്റ് കീവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് എന്ത് ചെയ്യുക, റിലവൻറ്റ് കീവേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇംപ്രൂവിങ് വെബ്സൈറ്റ് സ്പീഡ്, നമ്മൾ വെബ്സൈറ്റ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണ്, ക്രിയേറ്റിംഗ് ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ അതിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ ക്വാളിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, it help attract users who are actively searching for information, product or service. അതായത് ഈ സെർച്ച് എഞ്ചിനിലാണ് നമ്മൾ അവർ ഇൻഫോർമേഷൻ ആയാലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സർവീസിനൊക്കെ ഡീറ്റെയിൽസ് എടുക്കുന്നത് ഈ സെർച്ച് എഞ്ചിൻ വഴിയായിരിക്കും. അപ്പോൾ അവിടെ ഈ SEO പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ആ സർവീസ് ആയാലും പ്രൊഡക്റ്റിലായാലും ഒക്കെ എന്തായിരിക്കുള്ളൂ, അവിടെ റീച്ച് എത്തുള്ളൂ. ഓക്കെ, ഇനി പേപ്പർ ക്ലിക്ക്, അതായത് PPC എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് ഇതായിരിക്കും അഡ്വർടൈസിങ്ങിന്. ഞാൻ പറഞ്ഞു, ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ പോകുന്നു. അതായത് വേറെ ഒരാൾ വന്നിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒറ്റ ക്ലിക്കിന്, അതായത് നമ്മൾ ആ വെബ്സൈറ്റ് യൂസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരൊറ്റ ക്ലിക്കിന് നല്ലൊരു എമൗണ്ട് അവിടെ പോകുന്നു. ദീസ് ആഡ്സ് യൂഷ്വലി അപ്പിയർ ഓൺ സെർച്ച് എഞ്ചിൻസ് ഓർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇത് അധികം കാണുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും. നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ പ്രോപ്പറായിട്ട് വരില്ലേ, അതിനാണ്. PPC allow business to reach target audience quickly and is mainly used for generating immediate traffic and sale. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാഫിക് ആൻഡ് സെയിൽസ് നടത്താനും വേണ്ടിയിട്ട്, അതൊരു ടാർജറ്റ് ഓഡിയൻസിൽ പെട്ടെന്ന് എത്താനൊക്കെ ഇത് നമ്മൾ എന്താണ് സെർച്ച് എഞ്ചിൻസാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞത് അത് PPCയിൽ അലോ ചെയ്യും. ബിസിനസ്സുകളിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ആഡ് ഇസ് ദ മോസ്റ്റ് കോമൺ PPC പ്ലാൻ. അതായത് ഗൂഗിൾ ആഡ്സിൽ നമ്മൾ കൊടുക്കുന്ന ആഡുകൾ ഗൂഗിൾ റൺ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ആ ആഡിൽ ക്ലിക്ക് ചെയ്താൽ എന്തായിരിക്കും, അവിടെ ക്യാഷ് പോകും. പിന്നെ നെക്സ്റ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയാം അല്ലേ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുക, നമ്മൾ ആഡ് നടത്തുക, അതിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടൻറ് മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് വാല്യൂബിൾ റെലവൻറ്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് കണ്ടൻറ് ടു അട്രാക്ട് ആൻഡ് എൻഗേജ് ദ ടാർജറ്റ്. ഒരു ടാർജറ്റ് ഓഡിയൻസിലേക്ക് നമ്മൾ കണ്ടൻറ്റുകൾ, വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ റെലവൻറ്റ് ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒക്കെ എത്തിക്കുക, അവർ ടാർജറ്റ് ഓഡിയൻസിലേക്ക് ഈ ടാർജറ്റ് കണ്ടൻറ്റ് എത്തിക്കുക. അങ്ങനെയാണ് കണ്ടൻറ് മാർക്കറ്റിംഗ്. എക്സാമ്പിൾ ഓഫ് കണ്ടൻറ് ഇൻക്ലൂഡ് അതായത് ബ്ലോഗ് പോസ്റ്റുകൾ, വീഡിയോസ് ഒക്കെ എന്താണ്, ഈ ബുക്ക് ട്യൂട്ടോറിയൽസ് ഒക്കെ എന്താണ് ഈ കണ്ടൻറ് മാർക്കറ്റിങ്ങിന് എക്സാമ്പിൾസുകളാണ്. നെക്സ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഇമെയിൽ മാർക്കറ്റിംഗ് ഇൻവോൾവ് സെൻഡിങ് പ്രൊമോഷണൽ മെസ്സേജ്, ന്യൂസ് ലെറ്റേഴ്സ് ഓർ ഓഫേഴ്സ് ടു കസ്റ്റമർ ബൈ ഇമെയിൽ വഴി എന്തായിരിക്കാം, അവിടെ പ്രൊമോഷണൽ മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യുക. നമ്മൾ എല്ലാ കോമൺ പീപ്പിളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ എത്തിയാൽ മതി. അപ്പോൾ എന്താണ്, അവരെ പ്രൊമോഷണൽ മെസ്സേജുകൾ, വീഡിയോസുകളൊക്കെ എന്തായിരിക്കും, പ്രൊമോഷണൽ മെസ്സേജുകളൊക്കെ ഇമെയിൽ വഴി അവർ സെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് യൂസ് ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ, അനൗൺസ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് എൻകറേജ് റിപ്പീറ്റ് പർച്ചേസ്. അതായത് ഇപ്പോൾ അധികം ഇതിൽ വർക്ക് ചെയ്യുക ചിലപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഇമെയിൽ അഡ്രസ്സുകളൊക്കെ നമ്മൾ കറക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അവർക്ക് നമ്മൾ പുതിയ പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്താണ് നമ്മൾ അവർക്ക് ത്രൂ ആൻ ഇമെയിൽ എടുത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് അവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലെ സ്മാർട്ട് ഫോണോ ടാബ്ലറ്റുകളോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മാർക്കറ്റിംഗ് നടക്കുക. അതിൽ ഇപ്പോൾ എസ് എം എസ് മാർക്കറ്റിംഗ്, പിന്നെ പുഷ് നോട്ടിഫിക്കേഷൻ, മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വഴി എന്തായിരിക്കാം മൊബൈൽ ഫ്രണ്ട്ലി, അതായത് നമ്മൾ ഓരോ അധികം ആൾക്കാർ ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് നോക്കണമെന്നില്ല. അപ്പോൾ അധികം മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ എന്തായിരിക്കും റൺ ചെയ്തിട്ട് നമ്മൾ പ്രൊമോഷന് നടത്തും. ഓക്കെ. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർഫോമൻസ് ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെർ ബിസിനസ് റിവാർഡ് അഫിലിയേറ്റ് ഫോർ പ്രൊമോട്ടിങ് ദ പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇതിന് മുന്നേ പറഞ്ഞതായിരുന്നു അല്ലേ. അഫിലിയേറ്റ് ക്യാൻ കമ്മീഷൻ ഫോർ എവറി സെയിൽസ് ക്ലിക്ക് ടു ജനറേറ്റ് ത്രൂ ദെയർ യുണീക്ക് റെഫറൽ ലിങ്ക്. ഇപ്പം നമ്മളൊരു വീഡിയോസ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോസ് കാണുകയാണ്. അപ്പം അവർ ചിലപ്പോൾ അതിന് മുന്നേ ഒരു അഡ്വർടൈസിങ് ആയിട്ട് വരുന്നുണ്ടാവും. എന്താണ് ഒരു ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് പറയും, ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കയറിക്കാണെങ്കിൽ എന്തായിരിക്കും, ഈ ലിങ്ക് കയറിയാൽ അവർക്ക് ഈ ഇതിലൂടെ നിങ്ങൾക്ക് ഈ സാധനത്തിന് ഇത്ര പെർസെൻറ്റേജ് ലാഭം കിട്ടും, ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ ഉള്ളത് അവർ പറയും. അപ്പം എന്താണ് അതുവഴി എന്തായിരിക്കും നമ്മൾക്ക് ഒരു ലാഭം കിട്ടും. ആ ഒരു ലാഭം എന്താണ് ഈ പരസ്യം ചെയ്ത ആൾക്കും കിട്ടും. കാരണം വെച്ചാൽ ഇവരെ ലിങ്ക് ത്രൂ ചെയ്യുമ്പോൾ ആരൊക്കെയാണോ ആ ലിങ്ക് ത്രൂ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ലിങ്ക് ത്രൂ പോകുന്നവരുടെ കുറച്ചൊരു എമൗണ്ട് ഈ ഇൻഫ്ലുവൻസർക്ക് അല്ലെങ്കിൽ ഈ വ്ളോഗർക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മൾ ആ യൂട്യൂബിലൊക്കെ നമ്മൾ കാണാതെ കുറച്ചൊരു എമൗണ്ട് അവർക്ക് കിട്ടും. അതായത് ഒരു ലിങ്ക് ഉണ്ടാവും, ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ആ ലിങ്കിലൂടെ നമ്മൾ കസ്റ്റമേഴ്സ് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്നുള്ള നിരക്ക് കിട്ടും. ഓക്കെ. ഇനി വെബ്സൈറ്റ് അനലിറ്റിക്സ് ഇൻവോൾവ് യൂസിങ് ടൂൾസ് ലൈക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ടു അനലൈസ് വിസിറ്റർ ബിഹേവിയർ ഓൺ വെബ്സൈറ്റ്. അതായത് ഒരു വിസിറ്ററിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു സെർച്ച് ചെയ്യുക ബെസ്റ്റ് ഫർണിച്ചർ ഷോപ്പ് അങ്ങനെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ ഇതിനനുസരിച്ചിട്ട് അവിടെ എന്താണ് നമ്മളിപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി നമുക്ക് ഫർണിച്ചറുകൾ ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ആ സെർച്ച് ചെയ്യുമ്പോൾ ഒരൊറ്റ കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവർ പല ടൈപ്പുകളുള്ള വെബ്സൈറ്റുകളോ കാര്യങ്ങളോ പല ടൈപ്പുള്ള ഷോപ്പുകളോ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ നാളെയും നമ്മൾ അതേപോലെ തന്നെ ഫർണിച്ചറിൻ്റെ റേറ്റ് എമൗണ്ടൊക്കെ അന്വേഷിക്കാനായിട്ട് ഫർണിച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്, അതായത് നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ മെസ്സേജുകൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ എന്താണ് പിന്നെ വരുന്ന നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ ആ സെർച്ച് ചെയ്ത ഫർണിച്ചറിൻ്റെ ഫർണിച്ചറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഓരോ വീഡിയോസിൻ്റെ ഇടയ്ക്ക് വരുന്നതൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫ്ലാഷ് ടെസ്റ്റ് ചെയ്താൽ അവർ ഈ വെബ്സൈറ്റ് അനലിറ്റിക്സ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കസ്റ്റമർക്ക് എന്തിലാണ് ഇൻട്രസ്റ്റഡ്, അപ്പോൾ ആ കസ്റ്റമറിൻ്റെ കസ്റ്റമർക്ക് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും എന്തായിരിക്കുക അവിടെ അഡ്വർടൈസ്മെൻറ്റുകൾ റൺ ചെയ്യുക. ഓക്കെ. അതാണ് ദിസ് ഇൻഫോർമേഷൻ ഹെൽപ്പ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ദ ഇൻട്രസ്റ്റ് ആൻഡ് ഇമ്പ്രൂവ് ദ ഡിജിറ്റൽ മാർക്കറ്റ്. അതായത് കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റ് എന്താന്ന് നോക്കിയിട്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ഒരു നമ്മളെ ബിസിനസ് വേഗത്തിൽ വളരാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
നിങ്ങൾ പേഴ്സണലായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.